തേക്കടിയിലെ കാടിനകത്തുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാച്ച് ടവറിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. രാവിലെ 6:30 മണിക്ക് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. നല്ല കാടിൻ്റെ അകത്തുകൂടെയാണ് ഈ യാത്ര. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗൈഡും ഞങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. പരവതാനി വിരിച്ച പോലത്തെ നല്ല ഇളം പച്ച പുല്ലുകൾ താണ്ടിയാണ് ഈ യാത്ര. ചുറ്റും മൃഗങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയാണ് ഞങ്ങൾ പോകുന്നത്. മനസ്സിൽ ഒരു പേടി ഇല്ലാതെയില്ല. മൃഗങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധയോടെ നോക്കിയാണ് ഞങ്ങൾ പോകുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ നിന്ന് വാച്ച് ടവറിലേക്ക് എത്താൻ. രാവിലെ ഈ കാട്ടിൽ കൂടെയുള്ള യാത്ര അതീവ രസകരമായി തോന്നി. അതാ അവിടെ കണ്ടില്ലേ, കുറേ കാട്ടുപോത്തുകൾ പുല്ലുമേഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നാം അങ്ങോട്ട് പോകുന്നില്ല. ഇതിലെയുള്ള യാത്ര എത്ര കണ്ടാലും മതി വരില്ല. ആ കാണുന്നതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാച്ച് ടവർ. നമുക്കതിൻ്റെ അടുത്തേക്ക് പോകാം. ഇതിനടുത്ത് വീടുകളോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസോ ഒന്നും തന്നെ ഇല്ല. ഇതിന് ചുറ്റും കിടങ്ങുകൾ കുഴിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ ആണ് ഇങ്ങനത്തെ കിടങ്ങുകൾ കുഴിച്ചിരിക്കുന്നത്. 2 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇവിടെ എന്തൊക്കെ സൗകര്യമുണ്ടെന്ന് നോക്കാം. മുകളിലേക്ക് പോകുന്ന പടികളാണ് ഇത്. തടി കൊണ്ടുണ്ടാക്കിയ പടികളാണ് ഇത്. കുറേ വർഷം പഴക്കമുണ്ടെങ്കിലും നല്ല ഉറപ്പുള്ള പടികളാണ്. ഒന്നിനും കേടുപാടുകൾ വന്നിട്ടില്ല. ഇവിടെ നിന്നും നോക്കിയിട്ട് നല്ല രസമുള്ള കാഴ്ചയാണ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കസേരയിലിരുന്ന് നമുക്ക് മൃഗങ്ങളെയൊക്കെ പുല്ല് തിന്നാൻ വരുന്നത് രാത്രിയിലും പകലും ഇരുന്ന് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ റൂമിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം. 2 കട്ടിലാണ് ഇവിടെ ഉള്ളത്. ബെഡ് മടക്കി വെച്ചിരിക്കുകയാണ്. 2 പേർക്ക് സുഖമായി ഇവിടെ കഴിയാം. ഇനി താഴെയാണെങ്കിലും മൃഗങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ ഇവിടെ മുൻവശത്ത് കസേര ഇട്ടിട്ടുണ്ട്. ഒരു കാട്ടുപോത്തിൻ്റെ തലയോട്ടി ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കാട്ടുപോത്തുകളുടെ അടുത്തേക്ക് പോകാം. കുറേ കാട്ടുപോത്തുകൾ ഉണ്ട് അവിടെ. ഏകദേശം 10-20 കാട്ടുപോത്തുകളുണ്ട്. ഞങ്ങൾ വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ ഞങ്ങളെ നോക്കുന്നുമുണ്ട്. എന്തായാലും അതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. അതിൽ ചെറിയൊരു കുട്ടി അവരുടെ കൂടെയുണ്ട്. എന്തായാലും മുന്നിലുള്ളത് നേതാവാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വന്നത് അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ കാട്ടിലേക്ക് കയറി പോവുകയാണ്. പിന്നാലെ ബാക്കിയുള്ളവരും അവൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര രസമുള്ളൊരു അനുഭവമായി തോന്നി. കുറേ കാട്ടുപോത്തുകളെ ഒന്നിച്ച് കാണാൻ പറ്റിയത് നല്ലൊരു ഭാഗ്യമായി. കാട്ടുപോത്തുകൾ കാട്ടിലേക്കും ഞങ്ങൾ വീട്ടിലേക്കും തിരിച്ചു.